എല്ലാവർക്കും ഡിലൈറ്റ് ഫുഡീസിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ശാന്തസുന്ദരമായ മണിമലയാറിന്റെ തീരത്താണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല കിടിലൻ ആറ്റുമീൻ കറിയാണ്. അതിനായിട്ട് ഞാനിന്ന് ആറ്റുവാള നല്ല വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആറ്റ് തീരത്തിട്ട് മീൻ കറി ഉണ്ടാക്കിയാലോ? നമുക്കതിലേക്ക് നേരിട്ട് പോവാം. ഇവിടെ മൺചട്ടി ഇപ്പൊ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കണം. 1 നുള്ളു ഉലുവ ഞാൻ ഇതിനായിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കുടം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും മൂത്ത് പോകാൻ പാടില്ല. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുകൂടെ കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മുളക് പൊടി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 കുടംപുളി നല്ല കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒത്തിരി വെള്ളം ആവശ്യമില്ല. മീനിൻ്റെ ഒരു മേളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതിയാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മീൻകറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റെഡിയാവും. എന്നിട്ട് നമുക്ക് ഒരു കുറച്ചു നേരം മൂടി വെക്കാം. നമ്മുടെ മീൻകറിയും കപ്പ പുഴുങ്ങിയതും കപ്പ ചുട്ടതും ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് വാഴയിൽ ഒന്ന് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മീൻകറി കുറച്ചെങ്കിലും ഒന്ന് അതിലൊന്ന് പിടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്നാലാണ് മീനിലേക്ക് ആ പുളിയും ഉപ്പും ഒക്കെ ശരിക്കും പിടിക്കുക. എന്നാൽ നമുക്ക് അത്രയും സമയം ഒന്നും വൈകിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാഴയിലൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മണിമലയാറിൻ്റെ തീരത്താണ്. ഭയങ്കര പ്രകൃതി സൗന്ദര്യം, ശാന്തസുന്ദരമായി ഒഴുകുന്ന മണിമലയാർ. ഈ ശാന്തസുന്ദരമായി ഒഴുകുന്ന മണിമലയാറിൻ്റെ തീരത്ത് നിന്നപ്പോഴും എനിക്കൊരു ഓർമ്മ വന്നത് 2018 പ്രളയകാലമാണ്. 2018 പ്രളയകാലത്തിൽ ഈ ശാന്തസുന്ദരമായി ഒഴുകിയ മണിമലയാർ അതിന്റെ രൗദ്രഭാവത്തിൽ എത്തിയിരുന്നു. അതെ, വളരെയധികം നാശനഷ്ടങ്ങൾ വിതച്ച ഒരു 2018 പ്രളയം നമ്മൾ വളരെ വിദഗ്ധമായി അതിജീവിച്ചു. നമ്മുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ആ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ മാർഗമായത്. അതെ, ഇനിയും വരുന്ന കാലത്ത് നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. നമ്മുടെ ഈ ആറ്റുമീൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല കപ്പ വേവിച്ചതും കപ്പ ചുട്ടതും ആയാലോ? ഇത് നല്ല കടലിനകത്ത് കിടന്നിട്ട് വേണം ഇതുപോലെ നല്ല വേവാൻ. എന്നാലേ നന്നായിട്ട് ചുട്ടു വരത്തുള്ളൂ. നമ്മുടെ കപ്പ പുഴുങ്ങിയത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറിയും കപ്പ പുഴുങ്ങിയതും കപ്പ ചുട്ടതും ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മണിമലയാറിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആറ്റുവാളയും കപ്പ പുഴുങ്ങിയതും ഒക്കെ കഴിച്ചു വരുമ്പോഴുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ആ ഫീല് കിട്ടുമെന്നുള്ളത്. ഹായ്, ഇതൊരു യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ ഒരു കുക്കിംഗ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നിങ്ങളുടെ വീട് മേളില? ആ, ഓക്കെ. പേരെങ്ങനെയാ? ജോയല്ല? ഓക്കെ. മോടെ പേര്? ഓക്കെ. മോടെ? ഓക്കെ. നിങ്ങളിവിടാണോ കുളിക്കുന്നത് സാറിനാ? ഒറ്റയ്ക്കാ വരുമോ? ആണോ? വരുമോ? ഓക്കെ. വളരെ സൂക്ഷിച്ചു വേണം. അറിയാമല്ലോ ഈ സമയത്തൊക്കെ കയം അവിടെയൊക്കെ എന്താ പറയുക പല അബദ്ധങ്ങളും ഉണ്ടാകുന്നത്. വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ. കൊച്ചുപിള്ളേർ ഞാൻ ചോദിച്ചേ ഒറ്റയ്ക്കാണോ വന്നതെന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നു? +2.
മോള് ആണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഡിലൈറ്റ് ഫുഡീസ് എന്നാണ്. കാണാറുണ്ടോ? ഇല്ല, നമ്മൾ പുതുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അത് നിങ്ങൾ കാണണം. വീട്ടിൽ പോയിട്ട് യൂട്യൂബൊക്കെ കാണുന്നതാണെങ്കിൽ കാണണം. വീട്ടിൽ പപ്പായോട് മമ്മിയോടൊക്കെ പറയണം. ഓക്കെ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടോ? പാട്ട് പാടുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. പാടും. ഓർത്തുണ്ട് പാട്ട് പാടും എന്നുള്ളത്. പിന്നെ മോള് പാടുമോ? ചെറിയ രീതിയിൽ. നമുക്ക് ചെറിയ രീതിയിലുള്ള പാട്ടുകാരെ മതി. ഒരു പാട്ട് പാടി തരുമോ? ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ ലിൻഡയോട് പറഞ്ഞപ്പോൾ ലിൻഡ പാട്ട് പാടാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു വ്ളോഗാണ്, യൂട്യൂബിൽ വരുമെന്നുള്ളത്. ലിൻഡ വീട്ടിൽ ചോദിച്ചപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ലിൻഡ നമുക്ക് വേണ്ടി ഒരു 4 വരി പാട്ട് പാടും. പാടിയോ? കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനി കാറ്റിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കിളുക്കാം. ഉണ്ണി മഞ്ചാടിക്കൊന്നിലേറാം. അടിപൊളി, അടിപൊളി, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാ ഭാവങ്ങളും നേരുന്നു. തുടർന്ന് പ്രാക്ടീസ് ചെയ്യുക, പാടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നേരത്തെ കുളിക്കാൻ വന്ന കുട്ടികളുടെ കൂടെ ജോയൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ജോയലിന്റെ പപ്പ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ജോയലിന്റെ പപ്പ വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാണ്? റെജി എന്നാണ് പേര്. ഓക്കെ. അടുത്ത് തന്നെയാണ് താമസം. ഓക്കെ. കുളിക്കാനായിട്ട് വന്നതാണോ? ഇതെന്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിന്റെ കുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പുറത്തിട്ട് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല ആറ്റ് തീരം. എനിക്കിവിടെ ഒരു വെറൈറ്റി പ്രോഗ്രാമാണ്. ഇപ്പൊ അവിടെ ആദ്യമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം ഇവിടെ വെച്ചു. ആണോ? ചേട്ടാ, ഇത് കീഴ്വായ്പൂർ അല്ലേ ശരിക്കും? കീഴ്വായ്പൂർ തന്നെയാണ്. കീഴ്വായ്പൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അകലെയാണ്. കീഴ്വായ്പൂരും പടുവൂരും ഇടയ്ക്കായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം പടുതോട് പാലം കാണാം. ഓ, അതാണ് പടുതോട് പാലം. അതെ, ഇവിടെ വന്നപ്പോ ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോ നല്ല രസമെന്ന് തോന്നി ഇവിടുന്ന് ചെയ്യാനായിട്ടൊക്കെ. ഏതായാലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചേട്ടാ, ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ? ഞാനായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ? ഓക്കെ. നമ്മുടെ ചേട്ടൻ നേരത്തെ കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതായാലും കൊടുക്കാണ്. ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. ആദ്യം നമുക്ക് കപ്പ ചുട്ടത് തന്നെ എടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഇത് വർഷങ്ങളായിട്ട്, സത്യം പറഞ്ഞ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചെറുപ്പകാലത്ത് ഇത് ഞങ്ങൾ ഇങ്ങനെ കപ്പ വാട്ടാനൊക്കെ മണപ്പുറത്തായിരുന്നു വരുന്നത്. അന്നേരം ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കപ്പ ചുട്ട് തരും. സത്യം പറഞ്ഞാൽ വർഷങ്ങളായി ഇതിന്റെ ഓർമ്മയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടത്തിയത് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഇത് ചെയ്യാൻ എന്നാ കാരണം? ഈ കപ്പ ഇടാനുള്ള കാരണം? ഇല്ല, ഞാൻ എന്റെ കൊച്ചിലെ ഞാൻ കപ്പ കഴിച്ചത് ഞാൻ വീട്ടില് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കപ്പയും ഏത്തക്കയൊക്കെ ചുട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോ ആ ഓർമ്മ എന്റെ മനസ്സിൽ ഇന്നുകൊണ്ടാണ് ശരിക്കും മീൻകറിയോട് ഇങ്ങനെ ഒന്ന് വെക്കാൻ തീരുമാനിച്ചത്. അതിപ്പോ യാദൃശ്യമായി ഇവിടെ കണ്ടപ്പോ സൂപ്പർ ടേസ്റ്റ് കോമ്പിനേഷൻ കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ കപ്പ ചുട്ട മീൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട്. ആണല്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് ഞാൻ ചോദിച്ചേ, അതാണോ അതോ നമ്മള് കപ്പ പുഴുങ്ങിയതും മീൻ കറിയുടെ ആദ്യമാണ് കപ്പ ചുട്ടതിനോട് മീൻ കഴിക്കുന്നത്. ആണല്ലേ? ഇത് ചുമ്മാ ആയിരുന്നോ ഇതിനു മുമ്പ് കഴിക്കുന്നത്? ആ കപ്പ ചുട്ടത് തന്നെയാണ്. അതെയോ? അടിപൊളി. മീനും സൂപ്പറാണ്. ആണല്ലേ? ഇത്ര മീൻ കറിയൊക്കെ ഇത്രയും നല്ലതായിട്ട് വെക്കാൻ എങ്ങനെയാ പഠിച്ചത്? അത് പഠിച്ചു. മീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആറ്റുവാള തന്നെ എന്റെ ചെറുപ്പത്തിലെയൊക്കെ അപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്ന വാള ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ആ രുചിയുണ്ട്. ഇപ്പൊ വളരെ നാളുകൂടി ആറ്റുവാള കിട്ടാനില്ലായിരുന്നു. ഈ പുളിയോട് കൂട്ടി കഴിച്ചു നോക്കിയാ. അപ്പൊ ഇതിനകത്ത് ഏതാ ഒരു ബെറ്റർ ടേസ്റ്റ്?
അപ്പം എല്ലാവരും കൂടി ഇവിടെ അടിച്ചു പൊളിച്ച് കുളിക്കാം. അവർ സ്ഥിരം വരുന്നതാണെന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്ഥിരം വന്ന് കുളിക്കുന്നതാണ് ഇവിടെ. ഞങ്ങളെ യൂട്യൂബിൽ കാണിക്കുമോ? ഉറപ്പായിട്ടും നമ്മുടെ ചാനലിന്റെ പേര് ഡിലൈറ്റ് ഫുഡീസ് എന്നാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അടുത്ത വ്ളോഗിൽ ഈ വ്ളോഗിൽ ഉണ്ടാവും. നമ്മൾ അടിപൊളി മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട്, ഈ വ്ളോഗിൽ ഉണ്ടാവും. എല്ലാവരും ചെയ്യുമോ? സബ്സ്ക്രൈബ് ചെയ്യുമോ? അടിപൊളി, നമ്മൾ വിളിക്കും. ഓക്കെ, ഉഷാറാക്ക്. അപ്പൊ എല്ലാരും കുളിച്ചോ? ഓക്കെ. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. നമുക്ക് ഈ അവധിക്കാലത്തൊന്നും ഒരിക്കലും ഒരു ആപത്ത് നമ്മൾ വിളിച്ചു വരുത്തരുത്. എത്ര നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ കൂടി സെൽഫ് കോൺഫിഡൻസ് നീന്തലിൽ കാണിക്കരുത്. ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, കയങ്ങളുണ്ട്. ഇവരിവിടെ സ്ഥിരം കുളിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവർ സ്ഥിരം എന്നും കുളിക്കുന്നതാണ് നമ്മളെപ്പോലെ തന്നെ. അവരധികം ആഴത്തിലോട്ടൊന്നും പോകുന്നില്ല, അവിടെ നിൽക്കാവുന്നതാണെന്ന്. പക്ഷെ ഇത് കാണുന്ന എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, എല്ലാവരും സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സേഫായിട്ട് കുളിക്കുക, എല്ലാം വേണം. നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തും നമ്മൾ ഇതുപോലെ, അതും പ്രത്യേകിച്ച് വേനൽക്കാല അവധികളിൽ നമ്മൾ ആറ്റിലൊക്കെ ഇറങ്ങി ഇതുപോലെ കുളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതിയാവുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് എന്താണേലും ഇനി പോകുന്നുള്ളൂ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാമെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഐ ആം സൈനിങ് ഓഫ് ഡിലൈറ്റ് ഫുഡീസ്, രഞ്ജു ജോർജ്.